friends, welcome back to another episode. In the Tiruvallale Mahindra showroom, Mahindra XUV700 review ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. XUV700 ബേസ് വേരിയന്റുള്ള MX എന്ന് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഗ്രാൻഡ് വിറ്റാരോ അല്ലെങ്കിൽ ടൊയോട്ട ഹൈറൈഡർ അല്ലെന്നുണ്ടെങ്കിൽ ടാറ്റ സഫാരി അല്ലെങ്കിൽ ടാറ്റ ഹാരിയർ ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ ഒരു മഹീന്ദ്ര XUV700 എന്നുള്ളത്. ബിക്കോസ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13.99 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പവർ ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ അത് XUV700 അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. സോ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും XUV700 എന്നുള്ളത്. ബേസ് വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും, എന്തൊക്കെയാണ് ഇതിനകത്ത് കട്ടിങ് വരുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഒരു MX വേരിയന്റിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മഹീന്ദ്ര XUV700 ബേസ് വേരിയന്റിലെ MX എന്ന് പറഞ്ഞ വേരിയന്റ്. ബട്ട് ഈ പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും ടോപ്പിൻ്റെ വേരിയന്റിലും ഈ ഒരു ബേസ് വേരിയന്റ് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു ക്രോം ഗ്രില്ലും കാര്യങ്ങളും എല്ലാം ഡിസൈൻ എല്ലാം നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ വേരിയബിൾ സിമിലർ ആണ്. ആ ഒരു ഹെല്ലാം യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലജൻ യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ബേസ് വേരിയന്റ് വരുന്നത്. ബട്ട് ഒരു ടോപ്പിലേക്ക് പോകുമ്പോഴേയും LED ആയിരിക്കും വരുന്നത്. ഹാലജൻ ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പോലും ഹാലജനാണ് വരുന്നത്. ബട്ട് ഇതിൻ്റെ അടുത്ത വേരിയന്റ് AX3ലേക്ക് വരുമ്പോഴേക്കും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഒരു LED രീതിയിലായിരിക്കും വരുന്നത്. അതുപോലെ ഫോക്ക് ലാമ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാമാണ് ചേഞ്ചസ് എന്ന് പറയാം. പക്ഷേ LED ചേഞ്ചസ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. പുറത്തുനിന്ന് വിസിബിൾ ആവുന്ന ഈ ഒരു ഫോക്ക് ലാമ്പിൻ്റെ ചേഞ്ചസ് ആണ് പുറത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. റഡാർ പോലെയൊക്കെ ഡെമ്മി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റഡാറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടോപ്പിൻ്റെ വേരിയന്റിലേക്ക് പോകുമ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ പറയുന്നത് ഒരു സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു ബേസ് വേരിയൻ്റ് തൊട്ട് ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ വീൽസ് ആണ് ഇതിന് വരുന്നത്. ഈ ഒരു സ്റ്റീൽ വീൽസ് ഈ ഒരു ബേസ് വേരിയൻറ്റ് അതും കൂടി ചേഞ്ച് ചെയ്ത് അലോയ് വീലാക്കി കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സോ എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടോപ്പിൻ്റെ വേരിയൻറ്റ് പോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വേരിയൻ്റാണ് ഈ ഒരു MX വേരിയൻ്റ് എന്ന് പറയാൻ പറ്റും. 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. സോ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് ആയിരിക്കും വരുന്നത്. അല്ലാത്ത വേരിയൻസിലെല്ലാം ഈ ഒരു 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയാം. ഈ ഒരു മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇലക്ട്രിക്കൽ ഫോൾഡബിൾ ഫംഗ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയാം. ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതെല്ലാം ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത്. ടോപ്പിലേക്ക് പോകുമ്പോഴേക്കും LED ആയിരിക്കും വരുന്നത്. ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED റണ്ണിങ് ഡൈനാമിക് ആയിട്ടുള്ള രീതിയിലുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ടോപ്പിൻ്റെ വരുന്നത്. ഇത് ഹാലജൻ യൂണിറ്റും കാര്യങ്ങളാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ അവൈലബിൾ അല്ല. റിവേഴ്സ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. XUV700 എന്നുള്ളൊരു ബാജിങ് കാണാൻ സാധിക്കും. ബേസ് വേരിയന്റിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ബാഡ്ജും കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ കൊടുത്തിട്ടില്ല. മേളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പോയിലറും ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് മേളൊരു ആൻറ്റിന അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈപ്പേഴ്സോ വാഷറോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഡിഫോഗറും ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. താഴേക്ക് വരുമ്പോഴേക്കും റിവേഴ്സ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ അല്ല. താഴെ 2 റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനൊരു ബാക്ക് സൈഡിനെ പറ്റി പറയാനായിട്ടുള്ളത്. ആണ് നമ്മുടെ ഒരു MX വേരിയൻറ്റിൻ്റെ കീ സെറ്റ് വരുന്നത്. ഈ ഒരു സ്ലിപ്പിയാണ് വരുന്നത്. സ്മാർട്ട് കീയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴേക്കാണ് സ്മാർട്ട് കീയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ ഡോർ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ വിൻഡോസിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഔട്ട് സൈഡ് മിറർ അഡ്ജസ്റ്റൻ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഫോൾഡ് ഓപ്ഷൻ ഈ മിറേഴ്സിന് കൊടുത്തിട്ടില്ല. ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലും കാര്യങ്ങളാണ് വരുന്നത്. ടോപ്പിലേക്ക് വരുമ്പോൾ ക്രോം ഫിനിഷ് ആയിരിക്കും. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് സ്പീക്കർ വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ ഒരു ഡോർ പാഡ് എന്ന് പറയാൻ പറ്റും. ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് നമ്മൾ കാർ അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇനിമുലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്ററും കാര്യങ്ങളും അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റോപ്പ് ആൻഡ് ഗോയുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഫുള്ളി ബ്ലാക്ക് ഫിനിഷോടുകൂടി AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മഹീന്ദ്ര XUV700 ഇൻറ്റീരിയർ വരുന്നത്. MX വേരിയൻ്റ് ഇൻറ്റീരിയർ വരുന്നത്. നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നില്ല. ഓഡിയോ കൺട്രോളിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു MX വേരിയൻറ്റിന് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാത്രം തന്നെ അനലോഗ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നടുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഈ വാഹനത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്പീഡും ടാക്കോമീറ്ററും നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് അനലോഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആ ടച്ച് സ്ക്രീനോട് കൂട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ AX5 വരുമ്പോഴേക്കും ഒരു ഒറ്റ പാനലായിട്ടുള്ള ഒരു ഡുവൽ സ്ക്രീൻ, ഒരു 12.5 ഇഞ്ചിൻ്റെ ഒരു ഡുവൽ സ്ക്രീൻ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കൂടി ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് അത്യാവശ്യം കാര്യങ്ങളും കൺട്രോൾസും എല്ലാം നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കിട്ടും. അതുപോലെ റിവേഴ്സ് ക്യാമറ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വെക്കേണ്ട വരും. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ AC വെൻസുകൾ, അതിൻ്റെ താഴെയായിട്ട് AC കൺട്രോളുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ഈ സ്വിച്ചസ് ആണെങ്കിലും മറ്റേ ടോപ്പിൻ്റെ വേരിയൻറ്റിലെ പോലെ തന്നെ അത്യാവശ്യം പ്രീമിയം ഫീൽ നൽകുന്ന രീതിയിലാണ് ഈ ഒരു സ്വിച്ചസും കാര്യങ്ങളും വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും പിന്നെ ഒരു USB പോർട്ട് കാണാൻ സാധിക്കും. ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. അതുപോലെ തന്നെ വരാൻ ഇപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഈ മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ രണ്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. വിത്ത് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ആംബ്രസ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയാം. ഇൻറ്റീരിയർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MX എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു കുറഞ്ഞ വേരിയൻ്റ് ആണെന്നുള്ള രീതി നമുക്ക് ഫീൽ ആവുന്ന രീതിയിലൊന്നുമില്ല. ആ കൂടി ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അതോ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ നമുക്കിവിടെ പെട്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് ടോപ്പറിലേക്ക് പോകുമ്പോഴേക്കും ഒരു ലെതർ ഫിനിഷ് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ബട്ട് അത്യാവശ്യം കാണാനൊക്കെ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഉണ്ട് ഈ ഒരു MX വേരിയൻ്റ് എന്ന് പറയാം. നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡിമിങ് മിററല്ല വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാനിറ്റി മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ലാമ്പ് കൊടുത്തിട്ടില്ല. ഈ ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാനിറ്റി മിററും കൊടുത്തിട്ടില്ല, ലാമ്പും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സൺറൂഫ് കിട്ടുന്നതല്ല. AS3യിലും സൺറൂഫ് അവൈലബിൾ അല്ല. AX5 തൊട്ടാണ് ഈ സൺറൂഫ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഗ്ലോബോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മേളിലായിട്ട് ചെറിയ ഫയൽ കാര്യങ്ങളൊക്കെയുള്ള സ്പേസും താഴെയായിട്ട് കുറച്ചുകൂടി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൂളിംഗ് ഗ്ലോബോസ് കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതർ അല്ല വരുന്നത്, ഫാബ്രിക് അപ്പോസ്ട്രിയാണ് വരുന്നത്. പക്ഷേ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സീറ്റ് നൽകുന്നുണ്ട്. നല്ല കംഫർട്ടബിളായിട്ടിരിക്കാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സീറ്റാണ് ഇതിൻ്റെ ഒരു XUV700 വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു MX വേരിയൻറ്റ് വരുന്നത് 5 സീറ്റർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. AS3യിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് 7 സീറ്റർ ഓപ്ഷനിൽ വരുന്നത്. പിന്നെ മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ്സ് വരുന്നത്. ടോപ്പിൻ്റെ പേരിലേക്ക് പോകുമ്പോഴേക്കും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് അവൈലബിൾ. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു MX വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു MX വേരിയൻറ്റിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ബാക്കിലെ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഡോർ പാഡ് പോലെ തന്നെ സിമിലറാണ്. പവർ വിൻഡോസിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ചെറിയൊരു ഗ്രേ ഗാർണിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ബാക്കിലെ ഡോർ പാഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു XUV700 MX വേരിയൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ AC വെൻസ്, അതിൻ്റെ താഴെ സ്പോൺ എന്തെങ്കിലുമൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് പോർട്ട് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടെ വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സെൻട്രലൈസ് ആയിട്ടുള്ള രീതിയിൽ ഒരു ലാമ്പാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടും പറഞ്ഞ പോലെ തന്നെ പാനോറാമിക് സൺറൂഫ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റ് വരുന്നില്ല. അത് AX5ലേക്ക് വരുമ്പോഴാണ് അങ്ങനെ പാനോറാമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ടിരിക്കാൻ സാധിക്കുന്ന സീറ്റ്സാണ് വരുന്നത്. നമുക്കൊരു 4 പേർക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ തണുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ലെന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. അപ്പോൾ 4 പേർക്കൊക്കെ കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്നൊരു സീറ്റിംഗ് എന്ന് പറയാം ഈ ഒരു MX വേരിയൻറ്റിൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഹെഡ്രസ്റ്റ് വരുന്നത് ഈ 2 അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് വരുന്നുള്ളൂ. നടുക്കത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റല്ല വരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു സീറ്റല്ല ഈ വരുന്നത്. ഞാൻ തൊട്ടും പറഞ്ഞ പോലെ ഫാബ്രിക്കാണ്, ബട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സീറ്റാണ്. നല്ല കംഫർട്ടും ഈ സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിനെ പറ്റി പറയാനായിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഇരുന്നാലും അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു XUV700 പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രത്യേകത നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ് വരുന്നുണ്ട്. വിശാലമായിട്ടുള്ള സ്പേസാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നതെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സീറ്റ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിവ്യൂ സെൻസറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്യാമറ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ കിട്ടുന്നതാണ്.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ XUV700 ഇവിടെ ബൂട്ട് സ്പേസ് വരുന്നത്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടൊരു 12 വാട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ള ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കറിനുള്ള സ്പേസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർസൽ ട്രേ ഒന്നും വരുന്നില്ല, ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ. ഇവിടെയായിട്ട് ടൂൾ കിറ്റും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. സ്പെയർ വീൽ വരുന്നത് താഴെയായിട്ടാണ് ഇതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതൊരു MX വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ തേർഡ് റോ വരുന്നില്ല, 5 സീറ്ററേ വരുന്നുള്ളൂ. AX3 തൊട്ടാണ് നമുക്ക് തേർഡ് റോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലല്ല, മാനുവലി തന്നെ ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും വേണം. നമ്മുടെ ഒരു XUV700 എഞ്ചിൻ റൂം വരുന്നത് ഇതിന് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പെട്രോളും അതുപോലെ തന്നെ ഡീസലും. പെട്രോളിൽ വരുന്നത് 200 bhp പവറും അതുപോലെ തന്നെ 360 Nm ടോർക്കും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ വരുന്നത് മഹേന്ദ്ര എംകോ എഞ്ചിനാണ് വരുന്നത്. അതിന് വരുന്നത് 153 bhp പവറും അതുപോലെ തന്നെ 360 Nm ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമ്മുടെ ഒരു XUV700 വരുന്നത്. ഈ എഞ്ചിൻ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ നിറഞ്ഞിരിക്കുന്ന ഒരു സെറ്റപ്പിൽ നമുക്ക് കാണാൻ പറ്റും. മാരുതിയുടെ വാഹനങ്ങൾ വേറെ ഏതെങ്കിലും വാഹനം നോക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഹുഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു ഹുഡാണ് വരുന്നത്. നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സീലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു XUV700 ഹാർട്ടെന്ന് പറയാം, അല്ലെങ്കിൽ എൻജിൻ റൂം എന്ന് പറയാൻ പറ്റും. അത് ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്ക് അലോയ് വീൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അലോയ് വീലും ഈ ഒരു ഫോക്ക് ലാമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പറ്റിൻ്റെ വേരിയൻറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു XUV700 വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 17,50,000 രൂപയാണ് നമുക്ക് ഈ ഒരു XUV700 MX വേരിയൻറ്റ് ഓൺ റോഡ് പ്രൈസ് പെട്രോൾ ഓപ്ഷന് വരുന്നത്. അപ്പോൾ ഈ ഒരു പെട്രോൾ ഓപ്ഷന് നമുക്ക് പവർ ഫിഗേഴ്സൊക്കെ പറയാൻ നോക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സായിട്ട് പോലും നമുക്കൊരു അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും കൂടുതലുള്ളൊരു വാഹനമാണ് ഈ ഒരു XUV700 എന്ന് പറയാൻ പറ്റും.